ഈ PS5 പ്രസൂൺ എന്ന് പറയുന്ന എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്കിവിടെ ഒരു 41 ടൈപ്പ് പേസിങ് ചെയ്യുന്നുണ്ട്. ഒരു നീഡിൽ കാണുമ്പം ഒരു പേടിയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. ഏതൊരു മനുഷ്യനും പേടിയുള്ള ഒരു സാധനമാണ് നീഡിൽ. അതൊരു പ്രശ്നമായിരുന്നു എനിക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേരാമ്പ്ര ഇതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൾക്കാരെങ്ങനെ ഏറ്റെടുക്കും, ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിയാം. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ഇതിലേക്ക് ഇറങ്ങുകയായിരുന്നു ചെയ്തത്. ഞാനിതിങ്ങനെ എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ അന്വേഷിച്ച സമയത്താണ് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ അറിയുന്നത്. നമ്മൾ പേരാമ്പ്ര മാത്രമല്ല, കേരളത്തിലൊരു ജ്വല്ലറികളിൽ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല എന്ന് മനസ്സിലായത്. കേരളത്തിലെ ജ്വല്ലറിയിൽ ആദ്യമായി സർജിക്കൽ പിയേഴ്സിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രസൂൺ പ്രകാശാണ് ഇന്ന് ഫൗണ്ടർ സ്റ്റോറീസിൽ നമ്മളൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സർജിക്കൽ പിയേഴ്സിംഗ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ജേണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായും. നമ്മൾ ഇപ്പം ഒരു 10-15 വർഷമായിട്ട് പിയേഴ്സിംഗ് ചെയ്യുന്ന ഒരു ജ്വല്ലറികളിലെ ഏറ്റവും കൂടുതൽ പിയേഴ്സിംഗ് ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളാണല്ലോ. ഇപ്പം നമ്മളിപ്പം ഏതൊരു സ്ഥാപനം നോക്കിയാലും ഇപ്പം ഒരു സലൂൺ ആയാലും അല്ലാത്ത ടാറ്റു സ്റ്റുഡിയോ ആയാലും പിയേഴ്സിംഗ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ജ്വല്ലറികളിൽ തന്നെയാണ്. ജ്വല്ലറികളിൽ ചെയ്യുമ്പോൾ പല കോംപ്ലിക്കേഷനും പല ഇൻഫെക്ഷൻ കാര്യങ്ങളും ഇങ്ങനെ നിരന്തരം ഒരു കംപ്ലൈൻ്റായി നമുക്ക് അതൊരു തുടർ കഥയായിട്ട് മാറി വരികയും. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഇങ്ങനെ ഒരു സർജിക്കൽ പിയേഴ്സിംഗ് ഉണ്ട്, ഇത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ഒരു സാധനമാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതൊരു സ്ഥാപനം തുടങ്ങുന്ന പോലെ തന്നെ നമുക്ക് പല ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഒന്നാമത്താണ് ഇതിൻ്റെ പ്രൈസിങ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഹൈജീനിക് സെറ്റപ്പുകളുണ്ട്. ഇപ്പോൾ ഒരു സാധാരണക്കാർ കാണാത്ത ഒരുപാട് സെറ്റപ്പ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പിയേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പ്രൈസിങ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പം നീഡിൽസ് ആണെങ്കിൽ സിംഗിൾ യൂസ് നീഡിൽസ് ആണ്. അത് ഇപ്പം ഒരു ഇയറിന് ആണെങ്കിൽ 2 ഇയറിന് 2 നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രൈസിങ് കൂട്ടാനുള്ള കാരണം. അത് ഇങ്ങനെ ഒരു കാര്യം പുതിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഗൺ ഷോട്ട് നിലവിൽ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ആ ഗൺ ഷോട്ടിനെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ ഒരു സർജിക്കൽ പിയേഴ്സിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എങ്ങനെ അതിനെ അംഗീകരിക്കുന്നുള്ള അല്ലെങ്കിൽ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. തീർച്ചയായും ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരനെ അല്ലെ ഒരു നീഡിൽ കാണുമ്പം ഒരു പേടിയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. ഏതൊരു മനുഷ്യനും പേടിയുള്ള ഒരു സാധനമാണ് നീഡിൽ. അപ്പം ആ നീഡിൽ കൊണ്ട് എങ്ങനെ പിയേഴ്സിംഗ് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള ഒന്നാമത് നമ്മുടെ പ്രത്യേകിച്ച് നാട്ടുപുറത്തുകാർക്ക് അതിനെപ്പറ്റിയൊരു അറിവില്ല. അപ്പം അതൊരു പ്രശ്നമായിരുന്നു എനിക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേരാമ്പ്ര ഇതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൾക്കാരെങ്ങനെ ഏറ്റെടുക്കും, ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ തുടങ്ങി വെച്ചു. ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് ഇട്ട് അപ്പം ആൾക്കാർക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഗൺ ഷോട്ടുമായിട്ട് പല പ്രശ്നങ്ങളും പല കസ്റ്റമേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇൻഫെക്ഷൻ ആയതും പ്രത്യേകിച്ച് ഈ ബുഗാഡി ഹെലിക്സ് എന്നീ ഭാഗത്ത്, അതായത് നമ്മുടെ ഈ കാർട്ടിലേജുള്ള ഭാഗത്ത് പിയേഴ്സിംഗ് ചെയ്യുന്ന സമയത്തും പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അത് നമ്മുടെ അടുത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് അല്ല, പക്ഷെ ആ ഗൺ ഷോട്ടിൻ്റെ ഒരു പോരായ്മയാണ് അത്. അപ്പം അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതും ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇത് കുറച്ചും കൂടെ സ്മൂത്താണ് കാര്യങ്ങൾ, നമ്മുടെ പ്രൊസീജിയർ കുറച്ചും കൂടെ ഫാസ്റ്റാണ്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ചലഞ്ചസുകളൊന്നുമില്ല. ഇല്ല, വേറെ ചലഞ്ചസ് ഒന്നുമില്ല. പിന്നെ ഇത് ആൾക്കാർ വൺസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാം ഇത് ഒരു ഫ്ലോ വരും എന്ന്. അപ്പോൾ ഇപ്പം നമുക്ക് വാക്കിന് തന്നെ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ എന്നുള്ളത് സ്റ്റാർട്ടിങ് സമയത്തെ മനസ്സിലുണ്ടായിരുന്നോ അല്ലെങ്കിൽ പിന്നീടാണോ മനസ്സിലായത്? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ
ഒരു പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിയാം. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ഇതിലേക്ക് ഇറങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പം ഞാനിതിങ്ങനെ എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ അന്വേഷിച്ച സമയത്താണ് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ അറിയുന്നത്. നമ്മൾ പേരാമ്പ്ര മാത്രമല്ല, കേരളത്തിലൊരു ജ്വല്ലറികളിൽ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല എന്ന് മനസ്സിലായത്. അങ്ങനെയാണ്. പിന്നെ കേരളം വിട്ട് കഴിഞ്ഞാൽ പല സ്ഥലത്തും ജ്വല്ലറികളിലായിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു പുതിയൊരു കൾച്ചറായിട്ട് തന്നെ ആണ് വരുന്നത്. അപ്പം സർജിക്കൽ പിയേഴ്സിങ് എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സർജിക്കൽ പിയേഴ്സിങ് എന്ന് പറയുന്നത് സിംഗിൾ യൂസ് നീഡിൽസ് വെച്ച് ഒരു ഹൈജീനിക് സെറ്റപ്പിൽ പിയേഴ്സിങ് ചെയ്യുന്നതാണ് ഈ സർജിക്കൽ പിയേഴ്സിങ്. അത് ഒരു ഇയറിന് ഒരു നീഡിൽ എന്ന രീതിയിലാണ് ഈ സർജിക്കൽ പിയേഴ്സിങ് ചെയ്യുന്നത്. നമ്മളൊരു സിംഗിൾ യൂസ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ നീഡിൽ പിന്നെ യൂസ് ചെയ്യുന്നില്ല. അതായത് നോർമൽ പിയേഴ്സിങ്ങും സർജിക്കൽ പിയേഴ്സിങ്ങും തമ്മിലൊരു ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ അതാണ്. പിന്നെ ഇത് ഗൺ ഷോട്ട് ഇതും തമ്മിലുള്ള വ്യത്യാസം തന്നെ, ഗൺ ഷോട്ട് ഒരു ബ്ലാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതേ സ്ഥാനത്ത് ഈ നീഡിൽ പിയേഴ്സിങ് അവിടെ ഒരു ഹോളാണ് ഉണ്ടാക്കുന്നത്. അതൊരു വലിയ ഘടകം തന്നെയാണ് ഈ ഗൺ ഷോട്ടും സ്കിന്നിലുണ്ടാകുന്ന ഡാമേജുകൾ, അതായത് ടിഷ്യൂ ഡാമേജ് ഒക്കെ കുറയ്ക്കാനും, പിന്നെ നമുക്ക് ആക്യുറേറ്റായിട്ട് നമ്മളൊരു മാർക്ക് ചെയ്ത സ്ഥലത്ത് ആക്യുറേറ്റായിട്ട് നമുക്കത് പിയേഴ്സിങ് ചെയ്യാൻ പറ്റും. അതേ സ്ഥാനത്ത് ഒരു എക്സ്പേർട്ട് അല്ലാത്ത ഒരു ആൾക്ക് ചില സമയം ഗൺ ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്യുറേറ്റായിട്ട് പിയേഴ്സിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 316 സർജിക്കൽ ഗ്രേഡ് സ്റ്റഡ്സും പിന്നെ G23 ടൈറ്റാനിയം ഇംപ്ലാന്റ് ഗ്രേഡ് സ്റ്റഡ്സുമാണ് യൂസ് ചെയ്യുന്നത്. മുമ്പൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് വരുന്നൊരു മെത്തഡാണ് ഈ ഗൺ ഷോട്ടുകൾ. ഗൺ ഷോട്ട് അവർക്ക് സിമിലർ ആണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ സർജിക്കൽ പീസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മാറ്റം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംശയമാണ് ഇത് സർജിക്കൽ പീസിങ് എത്രത്തോളം സേഫ് ആണെന്നുള്ളത്. അപ്പോൾ അതൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. തീർച്ചയായും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജിക്കൽ പീസിങ് ആണ് ഏറ്റവും സേഫ്. അത് ഇപ്പം ആൾക്കാർ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റാർട്ടിങ് അതെ. അപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പം കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഈ മാർക്കറ്റിലേക്ക് വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ള ആൾക്കാർ അറിഞ്ഞ് കൂടുതലായി ടാറ്റു സ്റ്റുഡിയോകളിലാണ് ഈ സർജിക്കൽ പീസിങ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പം അത് ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ടും എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത്ര വെൽ നോൺ അല്ല, ആൾക്കാർ അത്ര അറിയില്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് എന്ന്. അപ്പം അതിന് ശേഷമാണ് ഞാനിവിടെ തുടങ്ങിയതിന് ശേഷവും ഇപ്പം ഇങ്ങനെ ഒരുപാട് ഇപ്പം സോഷ്യൽ മീഡിയ അതിന് ഒരു പ്രധാന ഘടകമാണ്. എന്ന് വെച്ചാൽ അതിൽ പല റീൽസും കണ്ട് അങ്ങനെയാണ് അന്വേഷിച്ചാണ് നമ്മുടെ പല കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നത്. ഇവിടെ നീഡിൽ പിയേഴ്സിങ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സേഫർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി സേഫാണ്. നമ്മളെ ഹൈജീനിക്കാണ് മെയിൻ പ്രശ്നം നമ്മുടെ ഈ സർജിക്കൽ പിയേഴ്സിങ്. അപ്പം ഈ പെയിൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി എപ്പോഴും ആളുകൾ പ്രത്യേകിച്ച് ഈ നീഡിലൊക്കെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പേടി ഓൾറെഡി ഉണ്ടാവും. കൂട്ടത്തിലുള്ള മറ്റൊരു പേടിയായിരിക്കാം ഈ പെയിൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഈ സർജിക്കൽ പിയേഴ്സിംഗിലേക്ക് വരുന്ന സമയത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? പെയിൻ ലെവല് നമുക്ക് ചില കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ലെവൽ കുറവാണ്. ചില പ്രൊസീജിയർ, അതായത് ചില ഇപ്പം ഇയർ ലോബ് ആണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് പെയിൻ കുറവാണ്. പക്ഷെ എന്നാലും ചില ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും പെയിൻ ലെവല്. ഇപ്പം നമുക്ക് ഒരാൾക്ക് കൈ തട്ടുന്നതും വേറെ ആൾക്ക് കൈ തട്ടുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പം അത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് നമ്പിങ് ക്രീംസോ അല്ലെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ട് നമുക്ക് അത് നമ്പ് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. 100% പെയിൻലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷന് ഇപ്പം ഒരു 10% എന്തായാലും ഉണ്ടാവും. 100% ഒരിക്കലും പറയാൻ പറ്റില്ല പെയിൻലെസ്
അതുപോലെ ഇൻഫെക്ഷൻ്റെ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കമ്പയർ ചെയ്യുമ്പം നമ്മളൊരു ഹൈജീനിക് ലെവലും കൂടെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മളൊരു അത് ഹൈജീനായിട്ട് കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഈക്വലാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കെയർ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചില സമയം ഇൻഫെക്ഷൻ ആവാൻ സർജിക്കൽ പിയേഴ്സിന് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് നമ്മൾ ഇവിടുന്ന് കുറേ പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യണം, ഇന്നത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്ന്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഈസി ആയിട്ട് ഹീലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഈ ഹൈജീനിക് ഉറപ്പുവരുത്തുന്നത്? ഹൈജീനിന് നമുക്ക് ഒരു 2-3 സ്റ്റേജസ് ഉണ്ട്. നമ്മളിത് ഓരോ എക്യുപ്മെൻറ്റ്സും നമ്മൾ യൂസ് ചെയ്യുമ്പം അത് ഫസ്റ്റ് തന്നെ സ്റ്റെറിലൈസ് ചെയ്യും. അതിനുശേഷം നമ്മളത് ഓട്ടോക്ലേവിങ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറിൽ കൂടെ കഴിയും. ആ ഓട്ടോക്ലേവ് ചെയ്തതിന് ശേഷം നമ്മൾ UV സ്റ്റെറിലൈസും കൂടെ ചെയ്തിട്ടാണ് നമ്മളത് ഒരു കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് നമ്മളത് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ കെയർ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടി വരിക? നമ്മൾ ഒരു ഇയർ ലോബിന് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇയർ ലോബ് ചെയ്തിട്ട് നമ്മൾ അതിന് ശേഷം സലൈൻ അല്ലെങ്കിൽ കല്ലുപ്പിൻ്റെ വെള്ളം നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാം. പിന്നെ നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്, നമ്മളെ കൈകൊണ്ട് തിരിച്ച് കളിക്കുന്നത് അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ട് കളിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി അതിനൊന്നും ചെയ്യണ്ട. നമ്മൾ ഈ സ്റ്റെപ്സ്, അതായത് സലൈനാക്കുക, അതിൻ്റെ ചുറ്റുഭാഗം എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക, എന്നാൽ തന്നെ ഒരു 90% നമുക്ക് സേഫ് സൈഡായി. പിയേഴ്സിംഗ് സ്റ്റുഡിയോകൾ കേരളത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകരുടെ അടുത്ത് പ്രസിഡന്റ് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഇങ്ങനത്തെ ആൾക്കാർ തീർച്ചയായും മുന്നിലോട്ട് വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്യൂച്ചർ ഒരു മെത്തേഡാണ്, അഡ്വാൻസ്ഡ് ഒരു മെത്തേഡാണ്. അപ്പം ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇതിനെക്കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നമുക്കത് എഡ്യൂക്കേറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അധികം താമസമൊന്നും വേണ്ടി വരില്ല. ഇതൊരു നെക്സ്റ്റ് ലെവലാവും. കുറച്ച് മുമ്പ് സോഷ്യൽ മീഡിയയിലുള്ള ഒരു അവയർനെസ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സോഷ്യൽ മീഡിയ ഈ പെരാംബ്രസിറ്റിയിൽ അല്ലെങ്കിൽ ഒരു PSY പ്രസൂൺ എന്നുള്ള ലേബലിൽ ബ്രാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സോഷ്യൽ മീഡിയ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രോത്തിന്? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു 90% എനിക്ക് കസ്റ്റമേഴ്സ് വരുന്നത് ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് തന്നെയാണ്. നമുക്ക് അതാണ് നമ്മുടെ ഇങ്ങനെ ഒരു സ്ഥാപനത്ത് പ്രത്യേകിച്ച് ഒരു ജ്വല്ലറിയിൽ ഒരു സർജിക്കൽ പിയേഴ്സിംഗ് ഉണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ കൺവീനിയൻസ് ആണ്. ഒരു ടാറ്റു സ്റ്റുഡിയോയിൽ പോകുന്നതിനോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെയോ ഒരു ചടപ്പോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ നമുക്കൊരു ഒരു സ്ഥാപനത്തെയും പോലെ വാക്കിംഗ് കസ്റ്റമേഴ്സ് വന്ന് ചെയ്ത് പോകാന്നുള്ള ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ടെന്നുള്ള മനസ്സിലായി. ഏതെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് അതിൽ ഷെയർ ചെയ്യാനുണ്ടാവും? തീർച്ചയായും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ പിയേഴ്സിംഗ് ചെയ്യാൻ താല്പര്യമുള്ളത് എൻ്റെ ഇതിലൊരു 30+ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അവർക്കാണ് ഈ സെക്കൻഡ് സ്റ്റഡ് കുത്തുക, തേർഡ് സ്റ്റഡ് കുത്തുക, അല്ലെങ്കിൽ അപ്പർ ഹെലിക്സ് അങ്ങനത്തെ ഒക്കെ കുത്താൻ ഒരു നിരവധി ആൾക്കാർ വരുന്നുണ്ട്. അവരൊക്കെ ഒരു കൺസേൺ ആണ് പെയിൻ എത്രത്തോളം ഉണ്ട്. പല കസ്റ്റമേഴ്സ് നമ്മളെ കയ്യിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻ ലെവൽ ആലോചിച്ചിട്ടാണ്. ഇത് ഭയങ്കര പെയിനാണ്, അപ്പോൾ സഹിക്കാനാവില്ല. പക്ഷേ ചില കസ്റ്റമേഴ്സ് വരുന്ന തന്നെ എൻ്റെ ആഗ്രഹമാണ്, ഇത് പെയിനൊന്നൊരു പ്രശ്നമല്ല, എനിക്ക് പെയിനല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് പിയേഴ്സിംഗ് ചെയ്യണം. ഇതിനെക്കാട്ടും വലിയ പെയിനൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞങ്ങളിവിടെ വന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്കൊക്കെ അറിയാലോ, ഇപ്പോൾ C-section ഒക്കെ കഴിഞ്ഞ ആരാണെങ്കിൽ അവർക്കതൊരു പെയിനല്ല എന്നാണ് അവരെ ഒരു മെൻറ്റാലിറ്റി. അതായത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതെ, വൺസ് ഈ പിയേഴ്സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ പറയും, ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ലെവൽ ഇത്രയേ ഉള്ളൂ, പെയിൻ ലെവൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഒരു 90% കസ്റ്റമേഴ്സും പോകുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തെ പലതരത്തിലുള്ള പിയേഴ്സിംഗ് സ്റ്റൈലുകൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ വന്ന സമയത്ത് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് അവരുടെ റിക്വയർമെൻറ്റ്, അവർ ആഗ്രഹിക്കുന്ന പിയേഴ്സിംഗ് സ്റ്റൈൽ ഏതാണ്? അല്ലെങ്കിൽ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹെലിക്സും അപ്പർ ഹെലിക്സും, അതായത് ബുഗാഡി. അതാണ് ഇപ്പം കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതും ബുഗാഡി തന്നെയാണ്. ബുഗാഡിയും ഈ ഹെലിക്സും. ഈ സെക്കൻഡ് സ്റ്റെഡ് ആണോ ഈ ബുഗാഡി എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വരിക. പിന്നെ ഈ കോർണറിൽ വരുന്നതാണ് ഹെലിക്സ്. ഈ രണ്ട് ആണ് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ ഇപ്പം ന്യൂ ബോൺസിനൊക്കെ ഒരുപാട് ആൾക്കാർ പിയേഴ്സിങ് ചെയ്യുന്നൊക്കെ സർജിക്കൽ പിയേഴ്സിങ് ആണ്. ഗൺഷോട്ടൊക്കെ എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും അത്ര വലിയ താല്പര്യമില്ല ഗൺഷോട്ട്. എന്ന് വെച്ചാൽ ആളുകൾ മാറി ചിന്തിച്ചു. അപ്പോൾ ഇതിനൊരു ഭാവി എങ്ങനെയായിരിക്കും ഈ ഒരു സർജിക്കൽ പിയേഴ്സിങ്ങിൻ്റെ? സർജിക്കൽ പിയേഴ്സിങ്ങിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇതൊരു പുതിയൊരു മെത്തേഡാണ്. അപ്പം അതിന് ആളുകൾ അഡോപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതെ, അഡോപ്റ്റ് ചെയ്ത് വരും, അതിന് പ്രയാസമൊന്നുമില്ല. അപ്പോൾ അതിനൊരു മാറ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ പേരാമ്പ്ര ഇനീഷ്യേറ്റീവ് എടുത്ത് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റു ജ്വല്ലറിക്കാരും ഈ ഒരു മേഖലയിലേക്ക് വരണം തന്നെയാണ് ഞാൻ. ആളുകൾ അതിനെപ്പറ്റി ചോദിക്കാറുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറീസ് നടത്താറുണ്ടോ? എൻ്റെ അടുത്ത് തന്നെ ഇപ്പം വീഡിയോസ് കണ്ടിട്ട് കേരളത്തിലെ പല പ്രമുഖ ജ്വല്ലറിക്കാർ വരെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് പഠിക്കുക, ഇതെങ്ങനെയൊക്കെയാണ് പ്രൊസീജിയർ, ഇതെന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഈവൻ മലബാറിൽ നിന്ന് വരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ അടുത്തായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ. അത് കോഴിക്കോടിന് പുറത്തേക്ക് അങ്ങനെയാണ്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, കേരളത്തിന് പുറത്തില്ല. നമുക്ക് ഈ കേരളം വിട്ടിട്ട് ഈ ഒരു ഇതിൽ തന്നെയാണ്. അപ്പം ഭാവിയിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടോ? തൽക്കാലം ഇല്ല, പക്ഷേ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ. അപ്പോൾ ഈ PS by പ്രസൂൺ എന്നുള്ളൊരു പേരിലേക്ക് എങ്ങനെയാണ് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നത്? ഈ PS by പ്രസൂൺ എന്ന് പറയുന്ന എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ സ്ഥാപനം തന്നെ പ്രകാശ് ജ്വല്ലറി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അച്ഛനെ ചോദിച്ചിട്ടോ എന്നാണ് ആ ഒരു കസ്റ്റമർ വരുന്നത്. അപ്പോൾ ഞാനും കരുതി എന്തുകൊണ്ട് എൻ്റെ പേരിൽ തന്നെ തുടങ്ങിക്കോടാ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരിൽ തന്നെ തുടങ്ങിയത്. എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അതിൻ്റെ പേരിന് തൊട്ട് മുമ്പ് ഒരു ചോദ്യം കൂടെ, അതായത് ഈ പിയേഴ്സിങ് ചെയ്യാൻ വരുന്ന ആളുടെ പ്രശ്നം എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൻ്റെ പെയിൻ ലെവല് പേടിച്ചിട്ട് ഒരാരും വരാതിരിക്കണ്ട. ഇപ്പം നിങ്ങൾക്ക് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിൻ്റെ പെയിൻ ഭയങ്കര വലുതാണ് എന്നുള്ള. അത് തീർച്ചയായും അതൊരു തെറ്റിദ്ധാരണയാണ്. ഓക്കെ. അപ്പോൾ അത് പേടിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരാതിരിക്കണ്ട പെയിൻ ലെവലിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് പിയേഴ്സിങ് സ്റ്റൈലുകളിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് സ്റ്റൈലുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? നമുക്കിവിടെ ഒരു 41 ടൈപ്പ് പിയേഴ്സിങ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഒന്ന് ബുഗാഡി അപ്പർ ഹെലിക്സ്, പിന്നെ ലോബ്സ്, ഇന്നർ ഇയർ, കോഞ്ച്, ടാർഗസ്, അങ്ങനെ ഒരുപാട് പിയേഴ്സിങ്സ് ഉണ്ട്. പിന്നെ നോസ്, സെപ്റ്റം, പിന്നെ വളരെ റെയർ ആണെങ്കിൽ പോലും ഡെർമൽ പിയേഴ്സിങ്, അതായത് നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും പിയേഴ്സിങ് ചെയ്യാം. ഡെർമൽ പിയേഴ്സിങ് എന്ന് പറയാം. അതും ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ പ്രൈസിങ്ങിനെ കുറിച്ച് സംസാരിച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൈസിങ് എങ്ങനെ ഫിക്സ് ചെയ്ത് തുടങ്ങാന്നുള്ളതിനെ പറ്റിയൊക്കെ. അപ്പോൾ നിലവിലിപ്പം എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് പ്രൈസ്? ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 rupees തൊട്ടാണ്. അത് ഒരു നമ്മളെ ഒരു മെത്തേഡിനനുസരിച്ച് ഓരോ നമ്മൾ ടൂൾസ് അഡീഷണൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൈസിങ്ങിൽ വ്യത്യാസമുണ്ട്. ഓക്കെ. 2000 രൂപ വരെ, 2000-2500 രൂപ വരെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആളുകൾക്ക് സംശയം ഉണ്ടായ സാധ്യതയുള്ള ഒട്ടുമിക്ക ഏരിയകളും സംസാരിച്ചെന്ന് തോന്നുന്നു. ഇനിയും ഒരുപാട് സംശയങ്ങൾ ആൾക്ക് ഉണ്ടാകുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ബേസിക് ആയിട്ടുള്ള ഈ പറഞ്ഞ പേടി, ഇൻഫെക്ഷൻ, പിന്നെ ഈ സർജിക്കൽ പീസ് എത്രത്തോളം ഓക്കെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും സംശയങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ സംശയങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും കാണാം. ഓക്കെ, ശരി, താങ്ക് യു.